ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നവരാത്രി 5-ാമത്തെ ദിവസം 2025 സെപ്റ്റംബർ മാസം 26-ാം തീയതി വെള്ളിയാഴ്ച. അന്ന് നമ്മൾ ആരാധിക്കേണ്ടുന്ന ഭഗവതിയുടെ രൂപം എന്ന് പറയുന്നത് സ്കന്ദമാതയാണ്. അതായത് സ്കന്ദദേവൻ്റെ മാതാവ്. സ്കന്ദദേവൻ ആരാണ്? മുരുക ഭഗവാനാണ്, സുബ്രഹ്മണ്യ സ്വാമിയാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ മാതാവിൻ്റെ രൂപത്തിൽ, സ്കന്ദ ഭഗവാന്റെ മാതാവിൻ്റെ രൂപത്തിൽ നമ്മൾ ഭഗവതിയെ ആരാധിക്കണം. ഭഗവതിയുടെ പേര് സ്കന്ദമാത. ബുധഗ്രഹത്തെയാണ് ഭഗവതി ഭരിക്കുന്നത്. അതായത് ബുധദശയിൽ പെട്ട ആളുകൾ, ജാതകത്തിൽ ബുധഗ്രഹത്തിന് ക്ഷീണം ഉള്ള ആളുകൾ ഒക്കെ തന്നെ ദേവിയെ സ്കന്ദമാതാ രൂപത്തിൽ പ്രാർത്ഥിക്കുന്നത് ശ്രേഷ്ഠമാണ്. വിദ്യാകാരകനാണ് ബുധൻ. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, ജോലി അന്വേഷിക്കുന്ന ആളുകൾ, ഈ മുതിർന്ന ആളുകളാണെങ്കിൽ അവർ ഈ ലോകത്തിൽ നിന്നും ധാരാളം അറിവ് നേടേണ്ടവരാണ്. എങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ അടുത്ത തലമുറയെ നേർവഴിക്ക് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പുസ്തകങ്ങളിൽ നിന്നും ലഭിക്കുന്ന അറിവ് മാത്രമല്ല അറിവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യർക്കും ബുദ്ധിയും ബോധവും വിവരവുമൊക്കെ ഉണ്ടാകണമെങ്കിൽ വിദ്യാകാരകനായ ബുധഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ സകല മനുഷ്യരും സ്കന്ദമാതാ രൂപത്തിൽ ഭഗവതിയെ പ്രാർത്ഥിക്കുക. ഭഗവതി വളരെ ക്രൂരനായ ഒരു സിംഹത്തിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. നല്ല വെളുത്ത നിറമുള്ള ഭഗവതിയാണ് സ്കന്ദമാത എന്ന് പറയുന്നത്. ഭഗവതിയുടെ മടിയിൽ കുഞ്ഞു മുരുകൻ ഇരിക്കുന്നുണ്ട്. ഭഗവതിക്ക് 4 കൈകളാണ് ഉള്ളത്. മുകളിലത്തെ 2 കൈകളിൽ 2 താമരപ്പൂക്കളാണ് ഉള്ളത്. പിന്നെയുള്ള ഒരു കയ്യിൽ മുരുകനും അടുത്ത കയ്യിൽ അഭയമുദ്രയുമാണ് ഉള്ളത്. ശ്രീ പാർവതീദേവിയുടെ ഏറ്റവും പ്രിയപ്പെട്ട മകനാണ് ആര്? കുഞ്ഞുമുരുകൻ. സുബ്രഹ്മണ്യ സ്വാമിയോട് അതീവമായ വാത്സല്യമാണ് ഭഗവതിക്ക്, പ്രത്യേകിച്ച് ബാലമുരുകൻ. അതുകൊണ്ടാണ് ആ കുഞ്ഞുമുരുകനെ മടിയിലെടുത്ത് വെച്ച് വാത്സല്യത്തോടു കൂടി ഇരിക്കുന്ന ആ അമ്മയ്ക്ക് സ്കന്ദൻ്റെ മാതാവ് എന്ന പേര് ലഭിച്ചത്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ ഭഗവതിയുടെ വിവാഹ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, മഹാദേവൻ്റെയും ശ്രീ പാർവതീദേവിയുടെയും വിവാഹം കഴിഞ്ഞിട്ടും വളരെ കാലമായി, പക്ഷേ മുരുക ഭഗവാന്റെ ജനനത്തെ പറ്റിയിട്ടുള്ള യാതൊരു കാര്യങ്ങളും കൈലാസത്തു നിന്നും കേൾക്കുന്നില്ല. ദേവന്മാരെല്ലാവരും കാത്തിരിക്കുകയാണ്. കാരണം അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുബ്രഹ്മണ്യ സ്വാമി അവതരിക്കേണ്ടത്. കാരണം ശൂരപത്മാസുരനെയും കൂട്ടാളികളെയും വധിക്കണം. ശിവപുത്രന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ സമാധാനമായി അവർക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ദേവന്മാർക്ക്. അങ്ങനെ കൈലാസത്തു നിന്നും പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയും കേൾക്കാതിരിക്കുന്ന ആ സമയത്ത് ആദ്യം വായു ഭഗവാനെ അങ്ങോട്ടേക്ക് അയക്കുന്നു. വായു ഭഗവാൻ പേടിച്ചു പോകുന്നു. നന്ദീശ്വരൻ്റെ മുമ്പിൽ ചെന്ന് പെടുന്നു. നന്ദീശ്വരൻ അകത്തേക്ക് കയറ്റാതെ തിരിച്ചയക്കുന്നു. അതിനുശേഷം ദേവന്മാരെല്ലാവരും കൂടി ചെല്ലുന്നു, നന്ദീശ്വരനോട് കാര്യം പറയുന്നു. അങ്ങനെ നന്ദി ഭഗവാന്റെ അനുവാദവും വാങ്ങിക്കൊണ്ട് ഇവരെല്ലാവരും കൂടി കൈലാസത്തിലെത്തി ഭഗവാനെയും ഭഗവതിയെയും സ്തുതിക്കുന്ന ആ കഥ വരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. അങ്ങനെ ദേവന്മാരെല്ലാവരും നന്ദികേശൻ്റെ അനുവാദം വാങ്ങിയിട്ട്
മഹാദേവനും ശ്രീ പാർവതിയും ഇരുന്ന് അരുളുന്ന ആ മണ്ഡപത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ എത്തിയ ആ ദേവന്മാർ മഹാദേവനെയും ശ്രീ പാർവതിയെയും സ്തുതിച്ചു. അങ്ങനെ ഭഗവാൻ ധ്യാനത്തിൽ നിന്നും ഉണരുകയാണ്. ധ്യാനത്തിൽ നിന്ന് ഉണർന്ന പരമേശ്വരൻ വളരെ ശാന്തനായി കാണപ്പെട്ടു. ദേവന്മാരെ എല്ലാവരെയും നോക്കി അദ്ദേഹം പുഞ്ചിരി തൂകി. എന്നിട്ട് എന്തിനാണ് വന്നത്, എന്തു വരമാണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് ചോദിച്ചു. അത് കേട്ടതും ദേവന്മാർ അവരുടെ ആവശ്യം ഭഗവാനോട് പറഞ്ഞു. എന്താണ് അവരുടെ ആവശ്യം? എത്രയും പെട്ടെന്ന് വേലായുധ സ്വാമിയുടെ, അതായത് സുബ്രഹ്മണ്യ സ്വാമിയുടെ ശിവപുത്രൻ്റെ ജനനം, അതാണ് അവർ ആവശ്യപ്പെട്ടത്. ശിവപുത്രൻ എത്രയും പെട്ടെന്ന് ജനിക്കണം. എങ്കിൽ മാത്രമേ തങ്ങളുടെ ദുരിതങ്ങളിൽ നിന്നും തങ്ങൾക്ക് ശാശ്വതമായ ഒരു മോചനം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് സാധിച്ചു തരണം എന്നാണ് ദേവന്മാർ ഭഗവാനോട്, മഹേശ്വരനോട് പറഞ്ഞത്. അതുവരെയും വളരെ ശാന്തസ്വരൂപനായി കാണപ്പെട്ടിരുന്ന പരമേശ്വരൻ പെട്ടെന്ന് തന്നെ രൗദ്രഭാവത്തിൽ കാണപ്പെട്ടു. ഭഗവാന്റെ ആ ഭാവഭേദത്തിൽ പ്രപഞ്ചം നടുങ്ങി വിറച്ചു. എന്താണ് ഇവിടെ സംഭവിക്കുവാൻ പോകുന്നത് എന്ന് അറിയാൻ കഴിയാതെ ദേവന്മാർ ഭയന്ന് വിറച്ചു. പെട്ടെന്ന് തന്നെ ആകാശം ഇരുണ്ടു. ഇടിയും മിന്നലുകളും ഉണ്ടായി. സമുദ്രങ്ങൾ ആർത്തിരമ്പി. പെട്ടെന്ന് തന്നെ പഞ്ചമുഖനായി കാണപ്പെട്ടിരുന്ന മഹാദേവൻ ജ്ഞാനികളും അതുപോലെ തന്നെ യോഗികളും മാത്രം കണ്ടറിഞ്ഞിരുന്ന അധോമുഖം ഉൾപ്പെടെ 6 ദിവ്യമുഖനായി പ്രത്യക്ഷപ്പെട്ടു. അതായത് അത്രയും സമയം 5 മുഖത്തോടു കൂടിയായിരുന്നു മഹേശ്വരനെ കണ്ടിരുന്നത്. പെട്ടെന്ന് തന്നെ മറ്റൊരു മുഖം കൂടി, മഹേശ്വരൻ്റെ മറ്റൊരു മുഖം കൂടി അവിടെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഒരു മുഖം കൂടി ഭഗവാനുണ്ട്. പക്ഷേ ജ്ഞാനികളും യോഗികളും മാത്രമേ ആ മുഖം കണ്ടിരുന്നുള്ളൂ. അങ്ങനെ അറുമുഖനായി 6 മുഖത്തോടു കൂടി ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങനെ ഗംഗാധരൻ്റെ 6 മുഖങ്ങളിലെ നെറ്റിക്കണ്ണുകളിൽ നിന്ന് തീപ്പൊരികൾ ചിതറുകയാണ്. ആ അഗ്നിസ്ഫുലിംഗങ്ങൾ സകല ചരാചരങ്ങളെയും വിറപ്പിച്ചുകൊണ്ട് 6 സ്ഥാനങ്ങളിൽ സ്വർണവർണ്ണ പ്രഭ വിതറി നിലനിന്നു. അതിലെ പ്രഭ ആളിപ്പടരുകയാണ്. ആ അവതാരങ്ങളിൽ കൂടി അത്ഭുതങ്ങൾ അനേകമാണ് സംഭവിച്ചത്. എങ്കിലും ഒരൊറ്റ ജീവനു പോലും ആപത്ത് സംഭവിച്ചില്ല. സാക്ഷാൽ ശ്രീ പാർവതി പോലും ഇതെല്ലാം കണ്ട് ഭയപ്പെട്ടു. ദേവി തൻ്റെ പാതാരവിന്ദങ്ങളിൽ ധരിച്ചിരുന്ന നവരത്ന ചിലമ്പുകൾ കിലുങ്ങുമാറ് സിംഹാസനത്തിൽ നിന്നും ഇറങ്ങി അന്തഃപുരത്തിലേക്ക് അന്തഃപുരം ലക്ഷ്യമാക്കി ഓടി. അപ്പോൾ മഹാദേവിയുടെ തൃപ്പാദങ്ങളിൽ ചാർത്തിയ ചിലമ്പുകൾ തറയിൽ വീണുടഞ്ഞ് അവയിലെ നവരത്നങ്ങൾ അങ്ങിങ്ങായി തെറിച്ചു വീണു. ആ ശിവ തേജസ്സിനു മുമ്പിൽ ദേവന്മാർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. അവർ കാളകൂട വിഷത്തെ കണ്ട ഭയത്തോടുകൂടി അതുപോലെ അവരെന്തു ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മറഞ്ഞു. അഗ്നിജ്വാലയിൽ നിന്ന് എങ്ങനെയെങ്കിലും പ്രപഞ്ചവാസികളെ രക്ഷിക്കണം എന്ന് ദേവേന്ദ്രൻ പരമശിവനോട് പ്രാർത്ഥിച്ചു. അങ്ങേക്ക് ഒരു കുഞ്ഞു ജനിക്കണം എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. അതിനു പകരം അങ്ങ് എന്താണ് കനിഞ്ഞ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്? അങ്ങയുടെ ഈ രൂപം അങ്ങ് ഉപസംഹരിക്കണമെന്ന് ദേവന്മാർ മഹേശ്വരനോട് പ്രാർത്ഥിച്ചു. തുടർന്ന്
മറ്റു ദേവന്മാരും ബ്രഹ്മദേവനും മഹാവിഷ്ണുവും എല്ലാവരും തന്നെ മഹേശ്വരനോട് പ്രാർത്ഥിച്ചു. അതോടുകൂടി 6 തേജോവദനങ്ങളോടെ ഭീമാകാരനായി കാണപ്പെട്ടിരുന്ന ഗംഗാധരൻ പെട്ടെന്ന് തന്നെ ഏകമുഖ രൂപനായി പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം തൻ്റെ തൃക്കണ്ണുകളിൽ നിന്നും ജ്വലിച്ച് 6 സ്ഥലങ്ങളിൽ നിന്നിരുന്ന ആ അഗ്നികൾ തന്നിലേക്ക് തന്നെ വരട്ടെ, തൻ്റെ മുമ്പിലേക്ക് വരട്ടെ എന്ന് മഹേശ്വരൻ കൽപ്പിച്ചു. ഉടൻ തന്നെ പ്രപഞ്ചമെങ്ങും പരന്നു ജ്വലിച്ചു നിന്നിരുന്ന ആ ശിവാഗ്നിനാളങ്ങൾ ഉടൻ തന്നെ 6 രൂപങ്ങൾ പ്രാപിക്കുകയും തിരുസന്നിധിയിൽ ഭവ്യതയോടുകൂടി തൊഴുത് വണങ്ങി നിൽക്കുകയും ചെയ്തു. ആ ദിവ്യപ്രഭ ചൊരിയുന്ന ആ 6 ജ്യോതിസ്സുകളെ വീക്ഷിച്ച് മഹേശ്വരൻ മന്ദഹസിച്ചു. ദേവന്മാർ ആശ്വസിച്ചു. അതിനുശേഷം മഹേശ്വരൻ അഗ്നിദേവനെയും വായുദേവനെയും അരികിലേക്ക് വിളിച്ചു. എന്നിട്ട് മഹേശ്വരൻ ഇപ്രകാരം അരുളി ചെയ്തു. എന്താണ് അരുളി ചെയ്തത്? അല്ലയോ ദേവന്മാരെ, ഈ ശിവജ്യോതിസ്സുകളെ നിങ്ങളുടെ കൈകളിൽ വഹിച്ച് ഗംഗയിൽ ഒഴുക്കിയാലും ഗംഗാദേവി ഈ പ്രഭാപൂരങ്ങളെ ശരവണപ്പൊയ്കയിൽ എത്തിക്കുന്നതാണ്. ഇങ്ങനെയാണ് മഹേശ്വരൻ വായുദേവനോടും അഗ്നിദേവനോടും പറഞ്ഞത്. ഇത് കേട്ടതും ദേവന്മാർ ഭയപ്പെട്ടു. ക്ഷണനേരം കൊണ്ട് ത്രിലോകങ്ങളെയും ഭസ്മീകരിക്കുന്നതിന് ശക്തിയുള്ള, അത്രത്തോളം ശക്തിയുള്ള ഈ ശിവജ്യോതിസ്സുകളെ കൈകളിൽ വഹിച്ചുകൊണ്ട് പോകണമെന്നാണോ അവിടുന്ന് പറയുന്നത്? ഞങ്ങൾക്കതിന് സാധിക്കുമോ എന്ന് ഈ 2 ദേവന്മാരും ആശങ്കയോടുകൂടി ചോദിച്ചു. അപ്പോൾ മഹേശ്വരൻ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ദേവന്മാരെ, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് അതിനുള്ള അനുഗ്രഹം ഞാൻ നൽകുന്നതാണ്. ഈ അഗ്നിസ്ഫുലിംഗങ്ങളെ വഹിച്ചുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഗംഗാനദിയിലേക്ക് പുറപ്പെട്ടാലും ഈ ജ്യോതിസ്സുകൾ ഗംഗാനദി വഴി ശരവണപ്പൊയ്കയെ പ്രാപിച്ച് തിരുകുമാരനായി, സർവശക്തനായി, അറുമുഖനായി അവതരിക്കുന്നതാണ്. അവൻ ശൂരപത്മാദി അസുരന്മാരെ നിഗ്രഹിച്ച് നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നവനാണ്. ഇങ്ങനെ മഹേശ്വരൻ എല്ലാവരോടും പറയുന്നു. അത് കേട്ടപ്പോൾ ദേവന്മാർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമായി, ആശ്വാസമായി. അവരെല്ലാവരും ഹരഹര മഹാദേവ എന്ന് പറഞ്ഞ് മഹേശ്വരനെ സ്തുതിച്ചു. അങ്ങനെ ഈശ്വരൻ്റെ കൽപ്പന ശിരസാവഹിച്ച അഗ്നിദേവനും വായുദേവനും ആ ദിവ്യ ജ്യോതിസ്സുകളെ തങ്ങളുടെ കൈകളിൽ വഹിച്ചുകൊണ്ട് ഗംഗാദേവിയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. കുറച്ചു ദൂരം അഗ്നിദേവൻ പിടിക്കും. കുറച്ച് കഴിയുമ്പോൾ അത് വായുദേവൻ്റെ കൈകളിലേക്ക് കൊടുക്കും. ഇങ്ങനെ മാറി മാറി വഹിച്ചുകൊണ്ടാണ് ഇവർ എവിടേക്ക് പോകുന്നത്? ഗംഗാതീർത്ഥത്തിലേക്ക് പോകുന്നത്. ഇവരെ അനുഗമിച്ച് മറ്റു ദേവന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ജ്യോതിസിനെ അവരെന്തു ചെയ്തു? ഭക്തിയോടുകൂടി ഗംഗാനദിയിൽ അർപ്പിച്ചു. അതോടുകൂടി ഗംഗാജലം തിളച്ചു മറഞ്ഞു. ഗംഗാദേവി അതീവ ശ്രദ്ധയോടുകൂടി ഈ ശിവാഗ്നി കിരണങ്ങളെ തൻ്റെ കൈകൾ കൊണ്ട് ചേർത്തു പിടിച്ചു എന്നതുപോലെ താലോലിച്ചിട്ട്, അങ്ങനെ താലോലിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് ശരവണപ്പൊയ്കയിലേക്ക് കൊണ്ടുപോയി. ശരവണപ്പൊയ്കയ്ക്ക് ചുറ്റും ആകാംക്ഷാഭരിതരായി എല്ലാവരും കാവൽ നിന്നു. ആകാംക്ഷാഭരിതമായ നിമിഷങ്ങൾ കടന്നുപോയി. അരൂപമായും രൂപമായും ആദിയായും അനാദിയായും ഒന്നായും മൂന്നായും പലതായും പരബ്രഹ്മമായും കാണപ്പെടുന്ന മഹേശ്വര ജ്യോതിസ് ഒരു ശിശുവിൻ്റെ ഉടൽ രൂപമാണ്ടു.
പ്രഭ ചൊരിയുന്ന 6 തിരുമുഖങ്ങളും 12 ഭുജങ്ങളും കൊണ്ട് ലോകരക്ഷാമൂർത്തിയായ മുരുകദേവൻ ശരവണപ്പൊയ്കയിൽ അവതരിച്ചിരിക്കുന്നു. അത്ഭുതകരമായ ആ സന്തോഷവാർത്ത പ്രപഞ്ചം മുഴുവനും അറിഞ്ഞു. ദേവന്മാർ സന്തോഷിച്ചു. ത്രിലോകങ്ങളിലെയും ജീവരാശികൾ മുഴുവനും ആനന്ദ നൃത്തം ചവിട്ടി. പൂക്കാത്ത ലതകളെല്ലാം പൂത്തു. കായ്ക്കാത്ത വൃക്ഷങ്ങളിൽ കായ്കൾ നിറഞ്ഞു. വന്ധ്യകളായ സ്ത്രീകൾ ഗർഭിണികളായി. മുടന്തന്മാർക്ക് പാദങ്ങളുണ്ടായി. ബധിരന്മാർക്ക് ആണ്ടവസ്തുതിഗീതങ്ങൾ കേൾക്കുവാൻ സാധിച്ചു. മൂകന്മാർ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചു. അന്ധന്മാർ പ്രപഞ്ച ജ്യോതിസുകൾ വീക്ഷിച്ച് ജന്മസാഫല്യം പ്രാപിച്ചു. അങ്ങനെ കുമാരജനനത്തോടുകൂടി 3 ലോകങ്ങളിലും അത്ഭുതങ്ങൾ ഉണ്ടായി എന്നാണ് സ്കന്ദപുരാണം വർണ്ണിക്കുന്നത്. സ്കന്ദപുരാണത്തിൽ മുരുകദേവന്റെ ജനനം ഈ വിധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സമയത്ത് അസുരന്മാരുടെ നഗരങ്ങളിൽ ചില ദുർനിമിത്തങ്ങൾ കാണുവാൻ സാധിച്ചു. അവർ ഭയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ശരവണപ്പൊയ്കയിൽ ശിവകുമാരൻ ജനിച്ചു. ആ കുമാരനെ ദർശിക്കുന്നതിനായി സകല ദേവന്മാരും സപ്തർഷികളും മഹാവിഷ്ണുവും ബ്രഹ്മദേവനും എല്ലാവരും അവിടെ എത്തിച്ചേർന്നു. അവർക്ക് കണ്ടിട്ടും മതി വന്നില്ല. കുഞ്ഞിനെ ആരെങ്കിലും വളർത്തണം. എന്താണ് അതിന് മാർഗമെന്ന് ദേവന്മാർ ആലോചിച്ചിട്ട് അവർ കാർത്തിക മംഗമാരെ സ്മരിച്ചു. ഉടൻ തന്നെ 6 കന്യകമാരും അവിടെ പ്രത്യക്ഷപ്പെട്ടു. മഹാവിഷ്ണു കന്യകമാരെ ശിവശക്തികുമാരന് മുലപ്പാലൂട്ടി സേവനം ചെയ്യുന്നതിന് നിയോഗിച്ചു. ശരവണപ്പൊയ്കയെ ചുറ്റി നിന്ന കാർത്തിക മംഗമാർ ചെന്താമരപ്പൂവിനുള്ളിലെ ശിശുവിനെ കണ്ട് ആനന്ദിച്ചു. അവരിൽ ഉറങ്ങിക്കിടന്നിരുന്ന മാതൃത്വം ഉണർന്നു. അവർ കുഞ്ഞിന് പാലു കൊടുത്തു. അവർ കുഞ്ഞിനെ വളർത്തി. ഞാൻ നോക്കിക്കൊള്ളാം, ഞാൻ പാലു കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് ഈ 6 പേരും തമ്മിൽ മത്സരമായി. പിന്നീട് സൗന്ദര്യ പിണക്കം തന്നെ ഉണ്ടായി. ഇതെല്ലാം കണ്ട് ആനന്ദിച്ചുകൊണ്ട് കുമാരൻ വളരുകയാണ്. അമ്മമാർക്ക് അതൊരു ഉത്സവകാലമായിരുന്നു. അങ്ങനെ കുമാരൻ ജനിച്ചു. ഈ സമയത്ത് കൈലാസത്തിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കഥ പറഞ്ഞു വന്നപ്പോൾ മഹേശ്വരൻ്റെ തൃക്കണ്ണുകളിൽ നിന്നും അഗ്നിസ്ഫുലിംഗങ്ങൾ ജ്വലിച്ചുയർന്നപ്പോൾ മഹേശ്വരി അന്തഃപുരത്തിലേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഇവിടെ മഹാവിഷ്ണുവിൻ്റെയും ബ്രഹ്മദേവൻ്റെയും ഇന്ദ്രൻ്റെയും മുതലായ ദേവന്മാരുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടിട്ട് മഹേശ്വരൻ കുമാരജനനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത്. ഇവിടെ തൻ്റെ സഹായം കൂടാതെ തന്നെ കുമാരൻ്റെ ജനനം നടന്നിരിക്കുന്നു എന്ന് ആര് മനസ്സിലാക്കുന്നു? മഹേശ്വരി മനസ്സിലാക്കുന്നു. മഹേശ്വരിക്ക് ദേഷ്യം വന്നു. ബ്രഹ്മാവ്, മഹാവിഷ്ണു, ഇന്ദ്രൻ മുതലായ ദേവന്മാരുടെ പത്നിമാർക്കും തന്നെ പോലെ തന്നെ ഗർഭം ധരിക്കുവാനും പ്രസവിക്കുവാനുമുള്ള ഭാഗ്യം ലഭിക്കാതെ പോകട്ടെ എന്ന് മഹേശ്വരി ശപിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരുന്ന് ദേഷ്യമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പം മഹേശ്വരി എവിടേക്ക് ചെല്ലുകയാണ്? മഹേശ്വരൻ്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് മഹേശ്വരനെ തൊഴുതു. മഹേശ്വരൻ കരുണാമയനാണ്. ദേവിയെ തൻ്റെ വാമഭാഗത്ത് പിടിച്ച് ഇരുത്തി. അഗ്നിജ്വാല കണ്ടപ്പോൾ ഭയന്നോടിയ ദേവിയുടെ കാൽ ചിലമ്പ് തകർന്ന് നവരത്നങ്ങൾ ശിവസന്നിധിയിൽ ചിതറിയെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ ചിതറിയ നവരത്നങ്ങളെ മഹേശ്വരൻ വളരെ കരുണയോടുകൂടി
വീക്ഷിച്ചു. ആ നവരത്നങ്ങളാണ് നവശക്തികളായി മാറിയത് എന്നാണ് വിശ്വസിക്കുന്നത്. ആ നവശക്തികൾ ശ്രീ പാർവതീദേവിയുടെ രൂപസാദൃശ്യത്തോടു കൂടി അവതരിച്ചു എന്നും വിശ്വസിക്കുന്നു. അതിനുശേഷം മഹേശ്വരനും മഹേശ്വരിയും ശിവനും ശക്തിയും കുമാരനെ കാണുന്നതിനായി പുറപ്പെടുകയാണ്. പരമേശ്വരൻ ഉമാദേവിയോടൊത്ത് ഋഷഭവാഹനത്തിലാണ് യാത്രയായത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഹിമാലയ സാനുക്കളിൽ സ്ഥിതി ചെയ്യുന്ന ശരവണപ്പൊയ്കയിൽ എത്തിച്ചേർന്നു. അവിടെ കണ്ട കാഴ്ച അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. 6 കുമാരന്മാർ. ഈ 6 കുമാരന്മാരും ഓടിയും ചാടിയും കളിച്ചും ഒക്കെ അവിടെ രസിച്ചു നടക്കുന്നു, കുസൃതികൾ കാണിക്കുന്നു. ഇത് ഈ കാഴ്ച രണ്ടുപേർക്കും വളരെ സന്തോഷമുണ്ടാക്കി. ഇത് കണ്ടതും മഹാദേവിക്ക് മാതൃത്വഭാവം ഉണ്ടായി. ദേവി ആ മാതൃത്വഭാവത്തോടു കൂടി, ആ സ്നേഹത്തോടു കൂടി, സ്ത്രീ സഹജമായ പുത്രവാത്സല്യത്തോടു കൂടി ശരവണപ്പൊയ്കയിലേക്ക് ഇറങ്ങി. എന്നിട്ട് വളരെ സ്നേഹത്തോടു കൂടി ഈ 6 കുമാരന്മാരുടെ ശരീരത്തെയും ചേർത്തു പിടിച്ച് ആശ്ലേഷിച്ചു. അതോടുകൂടി ഈ 6 ശരീരങ്ങളും ഒന്നായി ഭവിക്കുകയും ഒരു ശരീരത്തിൽ 6 മുഖങ്ങളായി കാണപ്പെടുകയും ചെയ്തു. ആ കുഞ്ഞ് അങ്ങനെയൊരു രൂപത്തിൽ പിന്നീട് കാണപ്പെട്ടു. അതായത് ഒരു ശരീരവും 6 തിരുമുഖങ്ങളുമായി അറുമുഖദേവനായി കാണപ്പെട്ടു. അങ്ങനെ ലോകമാതാവിൻ്റെ സ്പർശനത്താൽ 6 ഗാത്രങ്ങൾ ഏകഗാത്രമായി ഭവിച്ചതിനാൽ സ്കന്ദൻ എന്ന നാമം ഉണ്ടായി. അങ്ങനെ തൻ്റെ തൃക്കൈയിൽ ഏറ്റുവാങ്ങുകയാണ് സ്കന്ദകുമാരനെ. ദേവി വാത്സല്യത്തോടു കൂടി തൻ്റെ മകനെ മടിയിലിരുത്തി മകൻ്റെ തിരുമുടിക്കെട്ടുകളിൽ വിരലോടിച്ചു എന്നാണ് പറയുന്നത്. മകൻ്റെ കവിളിലും നെറ്റിത്തടങ്ങളിലും ആ മാതാവ് ധാരാളം ഉമ്മകൾ ചൊരിഞ്ഞു എന്നും സ്കന്ദപുരാണത്തിൽ പറയുന്നു. അങ്ങനെ ലോകമാതാവിൻ്റെ മടിയിലിരിക്കുകയാണ് സ്കന്ദൻ. അങ്ങനെയുള്ള സ്കന്ദദേവൻ്റെ മാതാവായ ശ്രീ പാർവതീദേവി സ്കന്ദമാത എന്ന പേരിൽ അറിയപ്പെട്ടു. ആ സ്കന്ദമാതാവിനെയാണ് നമ്മൾ നവരാത്രിയുടെ 5ാമത്തെ ദിവസം ആരാധിക്കേണ്ടത്. വെളുത്ത നിറത്തിലുള്ള ഭഗവതിയാണ് സ്കന്ദമാതാവ്. പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് അന്നേ ദിവസം നമ്മൾ ധരിക്കേണ്ടത്. പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. പഴമാണ് അന്ന് ഭഗവതിക്ക് നൈവേദ്യമായി സമർപ്പിക്കേണ്ടത്. ഇനി നമുക്ക് അന്നേ ദിവസം മഹാദേവിയെ ഏതു നാമം കൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നോക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഓം സ്കന്ദമാതായേ നമ എന്ന് നിരന്തരം ജപിക്കാം. 9 തവണ, 21 തവണ, 108 തവണ, 1008 തവണ, എത്ര തവണ വേണമെങ്കിലും ജപിക്കാം. അതല്ലെങ്കിൽ ഈ നാമം, ഇത് വളരെ ശ്രേഷ്ഠമാണ്. ഈ നാമം ഉപയോഗിച്ചിട്ട് ഭഗവതിയെ പ്രാർത്ഥിക്കാവുന്നതാണ്. സിംഹാസനഗതാ നിത്യം പത്മാശ്രിത കരദ്വയ ശുഭദാസ്തു സദാദേവി സ്കന്ദമാതാ യശസ്വിനി. ഇതാണ് നാമം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം സിംഹത്തെ വാഹനമായി സ്വീകരിച്ചവൾ, അതുപോലെ തന്നെ താമരകൾ പിടിച്ചിരിക്കുന്ന കൈകൾ, അങ്ങനെയുള്ള സ്കന്ദമാതാവായ അല്ലയോ ഭഗവതി, എനിക്ക് എപ്പോഴും ഭാഗ്യം നൽകണമേ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ
അർത്ഥം. ഈ ശ്ലോകം ഉപയോഗിച്ച് എല്ലാവർക്കും മഹേശ്വരിയെ പ്രാർത്ഥിക്കാം. ഇത് ഈ നവരാത്രി സമയങ്ങളിൽ മാത്രമല്ല, എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടികളെല്ലാവരും തന്നെ പ്രാർത്ഥിക്കണം. ഈ രൂപത്തിൽ ഭഗവതിയെ പ്രാർത്ഥിച്ചാൽ, ആരാണോ ഈ രൂപത്തിൽ ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത് അവർക്ക് സുബ്രഹ്മണ്യ സ്വാമിയുടെ അപാരമായ അനുഗ്രഹം ലഭിക്കുമെന്നാണ് പറയുന്നത്. കാരണം അമ്മയും മകനും തമ്മിൽ അത്ര വലിയ ബന്ധത്തിലാണ്. അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി അമ്മയായ പരമേശ്വരിയെ സ്കന്ദമാതാവ് എന്ന രൂപത്തിൽ ഈ നാമം ജപിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജ്യോതിഷപരമായ പ്രശ്നങ്ങൾ, ജാതകപ്രകാരമുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മുൻജന്മദോഷങ്ങൾ, കുടുംബദോഷങ്ങൾ, എൻ്റെ തലയിലെഴുത്താണ് ഇത് മാറില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ദോഷങ്ങൾക്ക് പോലും പരിഹാരം ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അത്ര ശ്രേഷ്ഠമായ ഒരു രൂപമാണ് സ്കന്ദമാതാവ് എന്നുള്ള മഹേശ്വരിയുടെ രൂപം. വളരെ വാത്സല്യത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, മനസ്സ് നിറഞ്ഞ് തൻ്റെ കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണ് സ്കന്ദമാതാവ്. അതുകൊണ്ട് തന്നെ അമ്മമാരുടെ പ്രാർത്ഥന, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളുടെ പ്രാർത്ഥന ഭഗവതി വളരെ അനുകമ്പയോടുകൂടി കേൾക്കും എന്നും ധാരാളം ഭാഗ്യങ്ങൾ വാരിക്കോരി നൽകുമെന്നും ആണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നവരാത്രിയുടെ 5ാമത്തെ ദിവസമായ സെപ്റ്റംബർ മാസം 26-ാം തീയതി നിങ്ങൾ ചെയ്യേണ്ടത്. കുഞ്ഞുമുരുകനെ മടിയിലിരുത്തിയിരിക്കുന്ന അമ്മയുടെ രൂപം, ക്രൂരനായ സിംഹത്തിൻ്റെ പുറത്താണ് ഭഗവതി ഇരിക്കുന്നത്. 4 കൈകളാണ് ഭഗവതിക്കുള്ളത്. മുകളിലത്തെ 2 കൈകളിൽ താമരകളാണ് ഉള്ളത്. ഒരു കൈയിൽ കുഞ്ഞും മറുകൈയിൽ അഭയമുദ്രയുമാണ് ഉള്ളത്. താമരപ്പൂവിലിരിക്കുന്ന രൂപത്തിലും ഭഗവതിയെ കാണാറുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പത്മാസനാദേവി എന്നൊരു നാമം കൂടി ഈ ദേവിക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഭഗവതിയുടെ നിറം വെളുപ്പ്, അന്നേ ദിവസം ഉപയോഗിക്കേണ്ടുന്ന നിറം പച്ച. ഭഗവതിക്ക് വഴിപാടായി സമർപ്പിക്കേണ്ടത് പഴം ആണ്. ഒന്നുകിൽ പഴമായിട്ട് സമർപ്പിക്കാം, അല്ലെങ്കിൽ പഴം കൊണ്ടുള്ള മറ്റെന്തെങ്കിലും വിഭവങ്ങൾ ഉണ്ടാക്കി സമർപ്പിക്കുകയും ചെയ്യാം. എന്തായാലും പഴം ഉണ്ടാകണം, ആ രീതിയിൽ സമർപ്പിക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.